തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാച്ച്വനുഷ്ഠിതാഃ സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമാഭയാവഹ. വിധിപ്രകാരം അനുഷ്ഠിച്ച പരധർമ്മത്തെക്കാളും ഗുണഹീനമായ സ്വധർമ്മമാണ് ശ്രേയസ്കരം. സ്വധർമാനുഷ്ഠാനത്തിൽ നടക്കുന്ന മരണവും ശ്രേയസ്കരമാണ്. പരധർമ്മം ഭയാവകമാകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ അഷ്ടാദശോऽധ്യായഃ മോക്ഷസന്ന്യാസയോഗഃ. ശ്ലോകം 8. ശ്രീഭഗവാനുവാച ദുഃഖമിത്യേന യത്കർമ്മ കായക്ലേശഭയാत् ത്യജേത് സ കൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖകരമാണെന്ന് കരുതി ശരീരക്ലേശത്തെ ഒഴിവാക്കാനായി ത്യജിക്കുകയാണെങ്കിൽ അത് രാജസീകത്വമാണ്. അതിലൂടെ ശരിയായ ത്യാഗത്തിന്റെ ഫലം ലഭിക്കുന്നതല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 3 10-ാം ശ്ലോകം. സഹ യജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യ ഗണേശ ഉത്തിഷ്ഠ കാമതുകേ. അർത്ഥം: യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ച് പണ്ട് പ്രജാപതി പറഞ്ഞു, ഇത് കൊണ്ട് നിങ്ങൾ വർദ്ധിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടം തരുന്ന കാമധേനുവായിരിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. 3-ാം അധ്യായം. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മോ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നറിയുക. ബ്രഹ്മം അക്ഷരത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് സർവപ്രകാശമായ വേദം എപ്പോഴും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അഥ തൃതീയോധ്യായഃ കർമ്മയോഗഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്ലോകം 19. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാത്മോതി പുരുഷഃ. അതുകൊണ്ട് നിസ്സംഗനായി എപ്പോഴും കർത്തവ്യമായ കർമ്മം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിസ്സംഗനായി കർമ്മം ചെയ്യുന്ന ആൾ പരമപദം പ്രാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അഥ പഞ്ചമോധ്യായഃ കർമ്മസന്ന്യാസയോഗഃ. ശ്ലോകം 16. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. എന്നാൽ ആത്മജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനം നശിക്കപ്പെടുന്നുവോ അവർക്ക് ജ്ഞാനം സൂര്യനെ പോലെ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അദാ പഞ്ചമോധ്യായഃ കർമ്മസന്ന്യാസയോഗഃ. ശ്ലോകം 18. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. ആത്മജ്ഞാനികൾ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും
പശുവിലും ആനയിലും നായയിലും നായയെ തിന്നുന്നവനിലും സമദൃഷ്ടിയുള്ളവരത്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്ലോകം 27. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിദമന്യതേ. പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മങ്ങൾ എങ്ങും ചെയ്യപ്പെടുന്നു. അഹന്തയാൽ മോഹിതനായവൻ താനാണ് കർത്താവെന്നും വിചാരിക്കുന്നു. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പ്രകൃതിർഗുണസമ്മൂഢാഃ സജ്ഞന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാരയേത്. പ്രകൃതിയുടെ ഗുണങ്ങളാൽ മൂഢചിത്തരായിത്തീരുന്നവർ ഗുണകർമ്മങ്ങളിൽ സക്തരാകുന്നു. സർവജ്ഞരല്ലാത്ത ആ മന്ദബുദ്ധികളെ സർവജ്ഞൻ വഴിതെറ്റിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. യേ മേ മതമിദം നിത്യം അനുത്തിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തെ തേഭി കർമ്മഭിഃ. എൻ്റെ ഈ അഭിപ്രായം നിത്യവും ശ്രദ്ധയോടും അസൂയ കൂടാതെയും യാതൊരു മനുഷ്യർ അനുഷ്ഠിക്കുന്നുവോ അവരും കർമ്മബന്ധത്തിൽ നിന്ന് വിമുക്തരായി തീരുന്നു. ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഏത്വേ തദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാന വിമൂഢാസ്താ വിദ്ധി നഷ്ടാന ചേതസഃ. എന്നാൽ എൻ്റെ ഈ അഭിപ്രായത്തെ അസൂയാലുക്കളായി ഏവരാണോ അനുഷ്ഠിക്കാതിരിക്കുന്നത് കേവലം അജ്ഞരായ അവർ നശിച്ചവരും ബുദ്ധിഹീനരുമെന്നും മനസ്സിലാക്കുക.